SDPI വിരുന്നിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ. SDPIയുടെ ഇഫ്താർ വിരുന്നിലാണ് കോൺഗ്രസ് നേതാക്കളായ MM ഹസനും VS ശിവകുമാറും പങ്കെടുത്തത്. SDPI സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫാണ് വിരുന്ന് നൽകിയത്. ഭീകരബന്ധത്തിലും കള്ളപ്പണം വെളുപ്പിക്കലിലും SDPIക്കെതിരെ ED നടപടി തുടരുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ SDPI പിന്തുണ കോൺഗ്രസിനാണെന്ന വാർത്ത വിവാദമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, SDPIയുടെ രാഷ്ട്രീയ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൃത്യമായി PFIയുടെ നിലപാടുകൾ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന, എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേലങ്കി അണിഞ്ഞിരിക്കുന്ന ഒരു സംഘടനയാണ് SDPI. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾ SDPIയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതും വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. പലപ്പോഴും ഇത്തരത്തിൽ ചങ്ങാത്തം കൂടാറുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. അതിനൊരു കൃത്യമായ ഉദാഹരണമായി ഇത്തരത്തിലുള്ള ഈ വിരുന്ന് സൽക്കാരം കൂടി പുറത്തേക്ക് വരുന്നതിലൂടെ വെളിവാകുകയല്ലേ? അങ്ങനെ തന്നെയാണ് രോഹിണി. ഈ വാർത്തയിലേക്ക് കടക്കും മുമ്പ് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ SDPI ജയിച്ചു കയറിയത്, ഒരു വാർഡിൽ ജയിച്ചു കയറിയത് എന്നുകൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വാർത്തയിലേക്ക് കടക്കേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന SDPIയുടെ ഇഫ്താർ സൗഹൃദ സംഗമ വിരുന്നിലാണ് കോൺഗ്രസ് നേതാക്കളായ MM ഹസൻ, VS ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തത് എന്നുള്ളതാണ്. ഇതിൽ SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ ലത്തീഫ് നടത്തിയ പരിപാടിയായിരുന്നു. അതിലേക്കായിരുന്നു കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചത്, അവർ പങ്കെടുത്തത്. ഇതിലൊരു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, SDPI എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ED അടുത്തിടെ SDPIക്കെതിരെ ഒരു വാർത്താക്കുറിപ്പൊക്കെ പുറത്തിറക്കിയിരുന്നു. കാരണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയ സത്യങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തിയ വിവരങ്ങൾ വെച്ചിട്ടായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ, SDPIയുടെ പ്രവർത്തന രീതി എന്ത്, SDPIയുടെ മുകളിൽ എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിയന്ത്രണം നിലനിൽക്കുന്നത്, പോപ്പുലർ ഫ്രണ്ടിന്റെ പഴയ പ്രവർത്തകർ ഇപ്പോൾ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നു, വിദേശത്ത് നിന്ന് ഹവാല രീതിയിൽ പണം ഒഴുകിയെത്തിയതിനുള്ള തെളിവുകൾ, ഒപ്പം റമദാൻ കളക്ഷന്റെ പേരിൽ പോലും പണപ്പിരിവ് നടത്തി അത് ഭീകരപ്രവർത്തനങ്ങളിലേക്ക് ആ ഫണ്ട് എത്തിച്ചു എന്നുള്ളത് വ്യക്തമാക്കി എന്നുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലീസ് ഔദ്യോഗികമായി തന്നെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളൊന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായതാണ്. SDPIയുടെ കേരളത്തിലെ ആസ്ഥാന മന്ദിരത്തിലടക്കം സംസ്ഥാനത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നിരവധി തവണ റെയ്ഡുകൾ നടന്നു, കോടികളുടെ കള്ളപ്പണം പിടിച്ചെടുത്തു എന്ന് ED തന്നെ വ്യക്തമാക്കിയ സാഹചര്യവുമുണ്ട്. അങ്ങനെ വലിയ ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ള ആരോപണം ഇപ്പോൾ കൃത്യമായി നേരിടുന്നു. കള്ളപ്പണം വെളുപ്പിക്കലിൽ നിരവധി കേസുകൾ ഉണ്ടാകുന്നു. SDPIയുടെ ദേശീയ അധ്യക്ഷനടക്കം കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം നിലനിൽക്കുകയാണ്. എന്താണ് SDPI എന്നുള്ളത് പൊതുസമൂഹത്തിന് കൃത്യമായ ബോധ്യവുമുണ്ട്. അത് പോപ്പുലർ ഫ്രണ്ടിന്റെ തുടർച്ചയാണ് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഒരു SDPIയുടെ നിരോധനത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ SDPI സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരു സാധാരണ സംഘടനയെ നിരോധിക്കുന്നത് പോലെ രാജ്യത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനയെ നിരോധിക്കാൻ സർക്കാരിനാകില്ല. അതിന് മുൻപ് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഇത്തരത്തിൽ പരിശോധനകളിലൂടെ ആ സംഘടന നടത്തിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഭീകരവാദ പ്രവർത്തനമെങ്കിൽ, അത് കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള നടപടികളാണെങ്കിൽ, ഹവാലയാണെങ്കിൽ, ഇതിലൊക്കെയുള്ള തെളിവുകളോടെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത്തരം ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയുക. എന്തായാലും അത്തരം നടപടിയിലേക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമില്ല. അപ്പോൾ ഇതെല്ലാം വ്യക്തമാണ്. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ഭീകര സംഘടന എന്ന ആരോപണം നേരിടുന്ന, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന ആരോപണം നേരിടുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് പോലെ രാജ്യത്തെ ഭരണത്തിലിരുന്നിട്ടുള്ള ഒരു കക്ഷിയുടെ, സംസ്ഥാനത്ത് ഭരണത്തിലിരുന്നിട്ടുള്ള ഒരു പാർട്ടിയുടെ നേതാക്കൾക്ക് കഴിയുന്നു എന്ന് പറയുമ്പോഴാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കും. MM ഹസനെ പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ ഇതിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ്. എന്ത് തരം സന്ദേശമാണ് ഇതിലൂടെ MM ഹസനോ അല്ലെങ്കിൽ കോൺഗ്രസോ നൽകുന്നത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. SDPI പോലെ ഒരു സംഘടനയുമായി, അതിന്റെ നേതാക്കളുമായി വേദി പങ്കിടാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു മടിയുമില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നു. പല പരിപാടികളിൽ നിന്നും SDPI ഒക്കെ മാറ്റി നിർത്തുന്ന സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അത് രാജ്യത്തിന്റെ ശിഥിലീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് എത്തിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി തന്നെ അവരുടെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയ സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഒട്ടനവധി തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്, അവരുടെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. പ്രജിത് മോഹനിലേക്ക് ചേരുന്നു. പ്രജിത്ത്, ഇവിടെ SDPIയുടെ വിരുന്നിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതിലൂടെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ പങ്കെടുത്തതിലൂടെ കോൺഗ്രസിന്റെ നിലപാട് തന്നെയല്ലേ വ്യക്തമാകുന്നത്? വർഗീയമായ കൂട്ടുപിടിക്കൽ, ഭീകരവാദത്തിന് അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കൽ ഒക്കെ തന്നെയല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്?
രോഹിണി അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നേരത്തെ ഈ നമ്മൾ കണ്ടതാണ് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ഏകീകൃത സിവിൽ നിയമവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിൽ നടത്തിയിരുന്നു. അതിന് നേതൃത്വം നൽകിയത് കോൺഗ്രസും CPM-ഉം ഒക്കെയാണ്. അതിൻ്റെ പിന്നിൽ പലപ്പോഴും ഈ തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളെ പീഡിപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ കൃത്യമായി ഉയർന്നിരുന്നു. അതിൻ്റെ അലയൊലികൾ കഴിഞ്ഞ ദിവസങ്ങളിലും കേരളത്തിലുണ്ടായി. ഇപ്പോൾ ഈ പറയുന്ന ഹമാസ് പോലെയുള്ള ഒരു ഭീകര സംഘടനയ്ക്കൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിൽ കേരളത്തിൽ പൊതുപരിപാടികളും പ്രാർത്ഥനാ പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയൊരു പിന്തുണ അല്ലെങ്കിൽ ഒരു വളർച്ച ഇത്തരം സംഘടനകൾക്ക് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിന് ഒരു പരിധിവരെ ഇത്തരത്തിൽ ഇവരുടെ വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ അതിന് കാരണക്കാരാകുന്നു എന്നതിനും തർക്കമില്ല. പ്രത്യേകിച്ച് അവർക്കൊരു ഫ്രീ ഹാൻഡ് കിട്ടുകയാണ്, ഒരു ഫ്രീ റെയിൻ കിട്ടുകയാണ്. തങ്ങൾ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. തങ്ങൾക്ക് കോൺഗ്രസ് പോലെയുള്ള സംഘടനകൾ തന്നെ തങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തങ്ങളുടെയൊക്കെ പരിപാടികളിൽ എത്തുന്നുണ്ട് എന്ന രീതിയിലൊക്കെ അവർക്കിതൊക്കെ പ്രചാരണ തന്ത്രം കൂടിയാണ്. ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ SDP പോലൊരു സംഘടനയുടെ ഒരു ഭീകര സംഘടനയ്ക്ക് പിന്തുടർച്ചയായി വളർന്നു വന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ പിൻഗാമികളായി വളർന്നു വന്ന പ്രസ്ഥാനം എന്ന് ഇപ്പോൾ ആരോപണം നേരിടുന്ന ഒരു സംഘടനയാണ് SDP. അപ്പോൾ അത്തരം ഒരു സംഘടനയ്ക്ക് തങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് കാണിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധമായി, ഒരു പ്രചാരണ ആയുധമായി ഇതുപോലെയുള്ള സന്ദർശനങ്ങൾക്ക് ഇവർക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അത് തന്നെയാണ് അവരുടെ അജണ്ടയും. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ SDP ജയിച്ചു വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള ഈ സ്ഥലങ്ങളിൽ ഈ സംഘടനകൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഒക്കെ ആത്മവിമർശനം അല്ലെങ്കിൽ സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കേണ്ട സാഹചര്യമായിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ. കാരണം ഇത്തരം സംഘടനകളെ കേരളത്തിൽ വളരാൻ അനുവദിക്കുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിന് പിന്നിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും SDP പോലെ ഒരു പ്രസ്ഥാനത്തിന്റെ അവരുടെ ഒരു ചടങ്ങിൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ പങ്കെടുത്തത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. രോഹിണി, അതുമാത്രമല്ല പ്രജിത്ത്, അതോടൊപ്പം ഈ ഒരു വിഷയം വിവാദമാകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്നുള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ബോധ്യവുമുള്ള കാര്യമാണ്. പക്ഷേ അവർ അതൊന്നും വകവയ്ക്കുന്നില്ല. തങ്ങളുടെ ചായ്വ് എങ്ങോട്ടാണ് എന്നുള്ളത് വ്യക്തമായി കാണിക്കുക, അതിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, വോട്ട് ബാങ്ക് പ്രീണനം, ഇതുതന്നെയല്ലേ അവരും ലക്ഷ്യം വെക്കുന്നത്? അത് തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞ പ്രതിഷേധങ്ങളിൽ സമരങ്ങളിലൊക്കെ കോൺഗ്രസും CPM-ഉം ഒക്കെ പങ്കെടുത്ത് തങ്ങൾ ഈ മുസ്ലിം വിഷയങ്ങളിലെ ചാമ്പ്യൻ ആര് എന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു ശ്രമം, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ കണ്ടതാണ്. അന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കോഴിക്കോട്, മലപ്പുറം റീജിയനിലൊക്കെ അങ്ങ് തമ്പടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ആണെങ്കിലും CPM-ന്റെ ആണെങ്കിലും ശരി, മുഖ്യമന്ത്രി ആണെങ്കിലും ശരി, പ്രതിപക്ഷ നേതാവാണെങ്കിലും ശരി, അന്ന് ആ മേഖലയിൽ തമ്പടിച്ചുകൊണ്ട് ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിക്കും ഏകീകൃത സിവിൽ കോഡ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചു. ഇപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു അത് സംഘടിപ്പിച്ചത് എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമായതാണ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ചർച്ചയായതാണ്. കാരണം തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങളുടെ പിന്തുണ ആർക്ക് ലഭിക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാന മത്സരം എന്ന് പറയുന്നത്. അതിൽ മുസ്ലിം വിഷയങ്ങളുടെ ചാമ്പ്യൻ ആരാണ് അല്ലെ എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാൻ വരെയുള്ള ശ്രമങ്ങൾ നടത്തി. മുസ്ലിം ലീഗിനെ അടുപ്പിക്കാൻ CPM നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. CPM നടത്തിയ സെമിനാറുകൾ കണ്ടതാണ്. കോൺഗ്രസ് അതേപോലെ സമാനമായ രീതിയിൽ ഇത്തരം സെമിനാറുകൾ നടത്തിയവരാണ്. അതോടെ നേരത്തെ ശശി തരൂരിന്റെ ഒരു പരാമർശം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ശശി തരൂർ പലസ്തീൻ ഹമാസ് ഭീകരർ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തെ പറ്റി പറഞ്ഞതിന്റെ പേരിൽ അത് പിന്നീട് അദ്ദേഹത്തിനെതിരെ വലിയ ആക്രമണം ഉണ്ടാകുന്നു. അദ്ദേഹം പിന്നീട് അത് തിരുത്തി പറയേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൃത്യമായി ആർക്ക് വേണ്ടിയാണ് അത്തരം നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് അന്ന് തന്നെ വ്യക്തമായതാണ്. സമാനമായ നിലപാട് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. കാരണം തങ്ങൾ ആരുടെ ഒപ്പമാണ് എന്നവർ കൃത്യമായി പറഞ്ഞു വെക്കുന്നു എന്ന് വേണമെങ്കിൽ പോലും ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. കാരണം ഇത്രയധികം ആരോപണങ്ങൾ നിൽക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി ഒരു സംഘടനയെ പറ്റി കൃത്യമായി തങ്ങൾക്ക് ലഭിച്ച പരിശോധനകളിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ച തെളിവുകൾ വെച്ച് 61 കോടിയുടെ അനധികൃത നിക്ഷേപമൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഞാൻ ഓർത്തെടുക്കുന്നത്. അങ്ങനെയുള്ള നിരവധി തവണ ഈ പറയുന്ന രീതിയിൽ ED തങ്ങൾ നടത്തിയ റെയ്ഡുകളെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നു. എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് SDP-യിലേക്ക് ഫണ്ട് ഒഴുകിയെത്തുന്നത്, എങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് SDP-യിലേക്കൊക്കെ ഫണ്ട് ഒഴുകിയെത്തുന്നത്. പോപ്പുലർ ഫണ്ടാണ് SDP-യുടെ പ്രധാന കാര്യങ്ങൾ ഇപ്പോഴും നിയന്ത്രിക്കുന്നതും അതിന് തീരുമാനങ്ങൾ എടുക്കുന്നതും പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ED വ്യക്തമാക്കിയത്. അപ്പോൾ അത്രയധികം തെളിവുകൾ, അത്രയധികം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയുടെ വെളിപ്പെടുത്തൽ, ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി SDP-യുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. തങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ തങ്ങൾക്ക് ഈ പറയുന്ന തങ്ങളുടെ ചായ്വ് എങ്ങോട്ടാണെന്നുള്ളത് കൃത്യമായി അവിടെ എത്തുക, അവർക്ക് ഉറപ്പ് കൊടുക്കുക, അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഉദ്ദേശിച്ചത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. എന്തായാലും എന്താണ് കോൺഗ്രസ് നേതാക്കൾ ഇതിൽ നിന്ന് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ന് കൂടി വ്യക്തമാക്കണം. ഭീകരവാദ ആരോപണങ്ങൾ നേരിടുന്ന ഒരു പ്രസ്ഥാനവുമായി ആർക്കും എപ്പോഴും ഏത് നേരത്തും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്ത രാഷ്ട്രീയ സ്ഥാനത്തിരിക്കുന്നവർ ഇത്തരത്തിൽ ഇടപഴകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യത്തിന് കൂടി കോൺഗ്രസ് നേതാക്കൾ മറുപടി നൽകേണ്ടതുണ്ട്. രോഹിണി.
ശരി പ്രജിത്ത്, SDPI വിരുന്നിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ. SDPIയുടെ ഇഫ്താർ വിരുന്നിലാണ് കോൺഗ്രസ് നേതാക്കളായ MM ഹസനും VS ശിവകുമാറും പങ്കെടുത്തത്. SDPI സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫാണ് വിരുന്ന് നടത്തിയത്. ഭീകരബന്ധത്തിലും കള്ളപ്പണം വെളുപ്പിക്കലിലും SDPIക്കെതിരെ ED നടപടി തുടരുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ SDPI പിന്തുണ കോൺഗ്രസിനാണെന്ന വാർത്തയും വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഈ വിരുന്ന് സൽക്കാരത്തിലുള്ള പങ്കെടുക്കലും. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.